എല്ലാവരും ഒരുപക്ഷെ ഇന്റർവ്യൂവിന് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് സാറിനോട് ആദ്യം ചോദിക്കാനുള്ളത്. അപ്പോൾ ചോദിച്ചോട് നമുക്ക് നിർത്തല്ലേ? ഇല്ല, അത് തുടങ്ങും. എന്നാണ് സാറിന്റെ അടുത്തൊരു സിനിമ ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റുക? എനിക്കറിയില്ല. ഞാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവല്ല. ഓക്കെ മിസ്റ്റേക്സ് പറ്റി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കഴിയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം വീണ്ടും ഷൂട്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ. പിന്നെ അത് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 14 വയസ്സിലെ സിനിമയിൽ വന്നതാണ്. അപ്പോൾ 14 വയസ്സ് വന്നപ്പോൾ എനിക്ക് അത്ര മെച്യൂരിറ്റി ഒന്നുമില്ല. ആര് തെറ്റ് ചെയ്താലും അവസാനം ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ തലയിലേ വന്ന് വീഴുള്ളൂ. കൂലിപ്പണിയാണെന്നാണ്. കൂലിപ്പണിയാണ് സത്യം പറഞ്ഞ. നമസ്കാരം. മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് 1970-90 കാലഘട്ടമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ കാലഘട്ടത്തിൽ 19 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ എന്ന് പറയാവുന്ന ഒരാൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. മറ്റാരുമല്ല, നമ്മൾക്ക് മലയാള സിനിമയ്ക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ഗുരുതുല്യനായിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ ഇൻ്റർവ്യൂവിലേക്ക് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റാരുമല്ല, പി ചന്ദ്രകുമാർ സാർ. നമസ്കാരം സാർ. എല്ലാവരും ഒരുപക്ഷെ ഇന്റർവ്യൂവിന് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് സാറിനോട് ആദ്യം ചോദിക്കാനുള്ളത്. അപ്പോൾ ചോദിച്ചോട് നമുക്ക് നിർത്തല്ലേ? ഇല്ല, അത് തുടങ്ങും. എന്നാണ് സാറിന്റെ അടുത്തൊരു സിനിമ ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റുക? എനിക്കറിയില്ല. സാർ അതിന്റെ പ്രിപ്പറേഷൻസിലാണ്. പക്ഷേ എന്നാണെന്ന് ഒരു സിനിമയ്ക്ക് ആർക്കും ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എത്ര വലിയ സിനിമയായാലും എത്ര ചെറിയ സിനിമയായാലും ഡേറ്റ് കുറിച്ചുകൊണ്ട് റിലീസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് പ്രാക്ടിക്കലി നമ്മൾ വിചാരിച്ച പോലെ കൃത്യസമയത്ത് നടക്കാൻ കഴിയണം. അതിൻ്റെ സബ്ജക്റ്റും അതിൻ്റെ ആർട്ടിസ്റ്റും ഒക്കെ അതിനനുസരിച്ച് ലഭ്യമാവണം. എങ്കിൽ നമുക്ക് സിനിമ ഉണ്ടാക്കാം. എന്നാലും എപ്പോഴും നമ്മളൊരു കണക്കൂട്ടി പറയും, ഒരു വിത്തിൻ 3 months or 4 months ഞാൻ അടുത്തൊരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് ഫിലിം മേക്കിങ്ങിന് എനിക്കൊരു വലിയൊരു സമയം ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചോളം 3-4 months ഉണ്ടെങ്കിൽ എനിക്കൊരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റും. അന്നും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അന്ന് 2 monthsലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ 3-4 months എന്ന് പറയുന്നത് അതിന് കുറേ കാരണങ്ങൾ കൂടി ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. ടെക്നോളജി വളർന്നപ്പോൾ ടൈമും ഒരുപാട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ടെക്നോളജി വളർന്നാൽ ഈസി അല്ലേ എന്ന്. അല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് ആവുക ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഒരു ഫിലിമിൻ്റെ ടോട്ടൽ ഡബിങ് 3 ദിവസം കൊണ്ട് തീർത്തിരുന്നു. ഇന്നൊരു ഫിലിമിന് ടോട്ടൽ ഡബിങ് തരണമെങ്കിൽ 1 മാസം 1.5 മാസം വേണം. അന്ന് ഞങ്ങൾ ഒരു കളറിങ് അല്ലെങ്കിൽ കളർ കറക്ഷൻ ഒരു പ്രിൻ്റ് എടുക്കുന്നതിന് എത്ര വലിയ പടമായാലും എത്ര ചെടിയുമായാലും 1.5 ദിവസം 2 ദിവസം കൊണ്ടാണ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അത് 1.5 മാസം കൊണ്ടാണ് തീരുന്നത്. മനസ്സിലായില്ല? അതുപോലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഒരു സോങ് റെക്കോർഡ് ചെയ്യാൻ മാക്സിമം 4 hours ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. രാവിലെ വരുന്നു, മ്യൂസീഷ്യൻസിന് തലേ ദിവസം നോട്ട്സ് കൊടുക്കുന്നു, റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവും. റിഹേഴ്സൽ മ്യൂസീഷ്യൻസിനില്ല, സിംഗറിന് മാത്രമേ ഉള്ളൂ. മ്യൂസീഷ്യൻസൊക്കെ രാവിലെ വരുന്നു, നോട്ട്സ് കൊടുക്കുന്നു, വായിക്കുന്നു, ഒരു 2 റിഹേഴ്സൽ കഴിഞ്ഞു, ടേക്ക് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇന്ന് അത് മാറിയിട്ട് അന്ന് നമ്മൾ 100 വയലിൻ വേണമെന്ന് പറഞ്ഞാൽ 100 വയലിൻസിനെ വരുത്തി അവരൊക്കെ ഒന്നിന്ന് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്തിരുന്നത്. എന്നിട്ടും നമുക്ക് ഈ 4 hours ഉള്ളൂ, അല്ലെങ്കിൽ 5 hours നമുക്ക്. കാരണം ഹാഫ് ഡേയിൽ കൂടുതൽ പാട്ടിന് റെക്കോർഡിങ് ചിലവാക്കിയ പ്രൊഡ്യൂസർ 4 മണിക്കൂർ കൂടുതലായി, കോസ്റ്റ് മുതലാവില്ല എന്ന് പറയുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ചോദ്യമേ പ്രൊഡ്യൂസറുടെ മുന്നിലില്ല, പ്രൊഡ്യൂസർ ചോദിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് ചിലപ്പോൾ അന്ന് 100 വയലിൻ വരുത്തിയ സ്ഥലത്ത് ഇന്ന് 100 വയലിൻ വരുത്തുന്നില്ല. അതൊക്കെ ലാഭമല്ലേ പറയും. എന്താ ലാഭം? ആ ഒരു വയലിൻ ഒരു ട്രാക്ക് എടുത്ത് അയച്ച് നമ്മൾ 100 ട്രാക്കായി പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ 100 ട്രാക്കും പോസ്റ്റ് ചെയ്ത് പെർഫെക്റ്റാക്കി എടുക്കാൻ ചിലപ്പോൾ 3 ദിവസം 5 ദിവസം 8 ദിവസമൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റും സെപ്പറേറ്റ് ട്രാക്കായിട്ടാണ് വരുന്നത്. അന്ന് ആകെ 2 ട്രാക്ക് മോണോ ആയിരുന്നു. അപ്പോൾ ഒരു മ്യൂസിക് ഒരു ട്രാക്ക്, വോയിസ് ഒരു ട്രാക്ക്, 2 ട്രാക്കുകൾ ഫൈനൽ മിക്സിങ് പ്രോഗ്രാം കഴിഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെയില്ല, ഒരുപാട് ട്രാക്കുകളിൽ മ്യൂസിക് എടുത്ത് ഇതും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും സമയം. അപ്പോൾ എല്ലാം കൊണ്ടും ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ സംഭവിക്കാൻ പോണത്. ഇപ്പോൾ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. എന്നാലും
എനിക്ക് കുറേ കൂടിയൊക്കെ അത് ചുരുക്കി ചെയ്യാൻ മനസ്സുകൊണ്ട് അന്ന് ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ട് അതിങ്ങനെ പോരെ എന്തിനാ അത്ര എന്ന് ചോദിക്കാനും പറയിക്കാനും ചിലപ്പോൾ സാധിച്ചു വരും. സാർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ടാണല്ലോ തുടങ്ങിയത്. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് വരുന്നു, പിന്നീട് ഫിലിം മാറി ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികളും അല്ലെങ്കിൽ അതിൻ്റെ എളുപ്പവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറിന് എങ്ങനെ തോന്നിയിട്ടുള്ളത്? ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എളുപ്പം അന്ന് സിനിമ ഉണ്ടാക്കാനായിരുന്നു. ഒരുപക്ഷെ സാർ അന്ന് അല്ല, ഞാൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. ഇന്ന് നിങ്ങൾ എടുക്കുന്നത് ഇപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് മിസ്റ്റേക്സിന് ഇപ്പോഴേ കറക്റ്റ് ചെയ്യാം. അതില്ല. ഞങ്ങൾ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളിരിക്കുന്ന ഈ ബ്ലാക്ക് ഷർട്ടും ഇതും ഈ കളറിലാണില്ലെങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അത് മെർജായിട്ട് ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന തന്നെ കളേഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതുണ്ട്, മാർഗനിർദ്ദേശമുണ്ട്. കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ട് വൈറ്റ് ഉപയോഗിച്ചാൽ അത് ചുണ്ണാമ്പ് അടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ വൈറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ പിങ്ക് കളറോ ഒരു ക്രീം യെല്ലോ കളറോ ഒക്കെ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഓരോന്നിലുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് തന്നെ വളരെ ഇതാണ്. ഇന്നിപ്പോൾ നമുക്ക് ലൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ നിന്നുള്ള റിഫ്ലക്ഷൻ കിട്ടിയാൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുവിധം ലൈറ്റായി. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ലൈറ്റപ്പ് ചെയ്യുന്ന കാണുന്നില്ല. അന്ന് അങ്ങനെയല്ല. ബാക്ക്ഗ്രൗണ്ടിന് സെപ്പറേറ്റ് ലൈറ്റ് ചെയ്യണം, ആർട്ടിസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മെർജായി പോവും, ഡെപ്ത് ഉണ്ടാവില്ല. അപ്പോൾ ടെക്നോളജിയൊക്കെ അന്ന് നോക്കുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്താലും കാണാൻ പോകുന്നത് എപ്പോഴാണ്? 15 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതായിട്ട് പ്രോസസ് ചെയ്ത് വരുന്നത്. ഡെവലപ്പ് ചെയ്ത് ആദ്യം നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ പ്രിന്റ് എടുക്കണമെങ്കിൽ നെഗറ്റീവിൽ നിന്ന് ഓക്കെ ടേക്സ് മാത്രം മാറ്റി. കാരണം അത്രയും കോസ്റ്റ് ഒന്നിച്ച് നമുക്ക് അങ്ങനെ സ്ട്രൈറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടും. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് ഓക്കെ ടേക്സ് മാത്രം നെഗറ്റീവ് നിന്ന് മാറ്റിയെടുത്ത് അത് മാത്രം ജോയിൻ ചെയ്ത് പ്രിന്റ് എടുക്കണം. അപ്പം തന്നെ പലപ്പോഴും അബദ്ധം പറ്റും. ചില ഓക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ കറക്റ്റായി റിപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ NG ടേക്ക് എഴുതി കൊടുക്കും. ഓക്കെ ടേക്ക് ഇവിടെ കുപ്പയിൽ പോകും. പിന്നെ പിറ്റേ അടുത്ത കണ്ടിട്ട് പിന്നെ ഡയറക്ടറെ ചീത്തയൊക്കെ ഇട്ട് ഇന്ന് തിരഞ്ഞെടുത്ത് വീണ്ടും പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ അന്നിപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ നമുക്കിപ്പോൾ ചില ഓക്കെ ഷോട്ടുകളാണെങ്കിൽ പോലും ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റാമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവല്ല. ഓക്കെ ടേക്സ് മിസ്റ്റേക്സ് പറ്റി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കഴിയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം വീണ്ടും ഷൂട്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ. കാരണം ആ സെറ്റൊക്കെ അപ്പോഴേക്കും ഇടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. പിന്നെ ആ സെറ്റ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഒരു പോർഷൻ, ചെറിയൊരു പോർഷനൊക്കെ ആണെങ്കിൽ ഒരു മാച്ച് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് വാൾ മാത്രം ഉണ്ടാക്കി ക്ലോസപ്സ് ഒക്കെ എടുക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റില്ല. അത് പറയാനിപ്പോൾ ഞാൻ പറയാം, തെറ്റ് പറ്റിയതല്ല. അപ്പോൾ ജയനെ വെച്ച് ഞാൻ തടവറ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിനും ആ ദീപം അതിന് മുമ്പാണ് റിലീസ് ചെയ്തത്. ദീപം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, റിലീസ് ചെയ്തിട്ട് പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുതി കാണിക്കുന്നു ജയൻ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ തടവറ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും 10-15 സീൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യും? ഇനി ആ പടം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തി. പിന്നെ പലർക്കും അങ്ങനെ പറയാനാണ് ആഗ്രഹവും സന്തോഷം. അതാണല്ലോ. കാരണം 10-100 കുതിരകളേക്ക് വെച്ച് ഒരു കോബായ് സബ്ജക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രൊജക്ട് വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട്. അത് അന്നും ഇന്നും മനുഷ്യന്റെ മനസ്സിലുള്ളതാണല്ലോ അസൂയ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനും കഷണ്ടിക്കല്ലോ മരുന്നില്ലാത്തുള്ളൂ. അപ്പോൾ അന്ന് ഞാനും ഒന്ന് ടെൻഷനായി, ഇതെന്ത് ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, എടുത്തോടത്തോളം പോർഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോർഷൻസ് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ബാക്കി കഥ ഇതിൽ മാച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ആ എടുത്തോടത്തോളം പോർഷൻ മാത്രം തിയേറ്ററിലിട്ട് കണ്ടു. 1-2 പ്രാവശ്യം കണ്ടു, ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു. അപ്പോൾ തോന്നി അതിൽ പല ക്ലോസപ്സിലും ഉണ്ടല്ലോ, ആ ക്ലോസപ്പിൽ ചിരി നമുക്ക് മറ്റേ സീൻ എടുക്കുമ്പോൾ അതിലൊരു ചിരി ആവശ്യമുണ്ട്, ഈ ക്ലോസപ്പ് അതിൽ വെട്ടിയിടാം, മാച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് അതേ ഡ്രസ്സ് ഉപയോഗിക്കും. എന്നിട്ട് പുതിയ സീൻ ഡ്യൂപ്പിനെ വെച്ചെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് റിയാക്ഷൻസ് മാത്രം അന്ന് വെട്ടിയെടുത്തിടും. ലോങ് ഷോട്ട്സ് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യും. അങ്ങനെ മാച്ച് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഒരു സൂപ്പർ ഹിറ്റായ പടം ഉണ്ടാക്കി വീണ്ടും. അത് ഭാഗ്യമാണെന്ന് പറയാനുള്ളൂ. പിന്നെ ഹാർഡ് വർക്ക്, സാറിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസും അതും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കും അത് ചിന്തിക്കാനും അതിന്റെ കൂടെ ഇരുന്ന് ആലോചിക്കാനും ഒക്കെ സാധിച്ചു. അന്ന് അതിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കൂടെ, നമ്മൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു. സാർ ഇത് പറഞ്ഞപ്പോൾ ജയൻ എന്ന് പറയുന്ന നടനുമായിട്ട് സാറിന്റെ ഒരു എനിക്കൊന്ന് ഒരു വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും അല്ലേ സാർ? അതൊന്ന് പറയാം. കാരണം ഇന്നും ഈ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളുടെ ലെവലിൽ തന്നെ ഇന്നത്തെ ജനറേഷനും കാണുന്ന ഒരു തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ജനറേഷൻ ജയനെ കാണാത്തവരാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും ജയനോടാണ് ഏറ്റവും കൂടുതൽ ആരാധന. അതെ ഉറപ്പായിട്ടും. ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞു അടുത്ത മാസം
ജയൻ്റെ ദിവസമാണ് 21-ാം തീയതി 28-ാം തീയതി തൃശ്ശൂരൊക്കെ കോഴിക്കോടൊക്കെ ഓരോ ഫംഗ്ഷൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, വരാൻ പറ്റുമോ ചോദിച്ചിട്ട്. ജയൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആള് 2-3 സൂപ്പർ ഹിറ്റ്സ് ജയനെ വെച്ച് ഉണ്ടാക്കിയ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശ്രമിക്കാൻ വരാൻ സന്തോഷമേ ഉള്ളൂ. ആ തലമുറയിൽ ആരും ജയനെ കണ്ടിട്ടില്ലെങ്കിലും ജയനെ എത്രത്തോളം അവർ ആരാധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ജയനൊന്നും മങ്ങി വരുമ്പോഴത്തേക്കും സ്റ്റേജുകളിൽ വീണ്ടും ജയന്റെ പഴയ ഡ്യൂപ്പുകൾ വന്ന് നിറയുന്ന ഒരു ലോകത്ത് ആർക്കും ഇത്രയും കിട്ടിയിട്ടില്ല. അതെ 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 അതെ, ഉറപ്പായിട്ടും ഇത്രയും ആരാധകരുണ്ടായിട്ടുള്ള ഒരു നടനില്ല. മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ജനമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജയനെ കാണുമ്പോൾ എനിക്കറിയില്ല, ഞാൻ JC സാറിൻ്റെ കൂടെ, JC പറഞ്ഞ സംവിധായകൻ്റെ കൂടെ അഗ്നിപുഷ്പം പറഞ്ഞിട്ടൊരു സിനിമ വർക്ക് ചെയ്തു. അതിനുമുമ്പ് JC സംവിധാനം ചെയ്ത ഡോക്ടർ ബാലകൃഷ്ണന്റെ സിന്ദൂരം പറഞ്ഞ സിനിമ ചന്ദനച്ചൊല, അതിന് രണ്ടിനും ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറെ വർക്ക് ചെയ്തിരുന്നു. അപ്പോഴാണ് സത്യനന്ദക്കാടൊക്കെ ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വരുന്ന സമയം സത്യനുണ്ടായിരുന്നു എൻ്റെ കൂടെ സെക്കൻഡ് അസിസ്റ്റന്റ് ആയിട്ട്. അങ്ങനെ ഞങ്ങൾ പഠിക്കുന്നത് ഞാനും സത്യൻ. അപ്പോൾ ട്രിവാൻഡ്രത്തൊരു പേൾ ലോഡ്ജ് പറഞ്ഞിട്ട് താര ഹോട്ടലിൻ്റെ അടുത്തൊരു പേൾ ലോഡ്ജ് ഇപ്പോഴും ഉണ്ട്. അത് ആ പേൾ ലോഡ്ജ് അവിടെ തന്നെ ഉണ്ട്, ഞാൻ കണ്ടു. ഇത് 74 കാര്യമാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആ പേൾ ലോഡ്ജിൽ താമസിക്കുമ്പോൾ താര ഹോട്ടലിലേക്കാണ്, അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ആ താര ഹോട്ടലാണ് ഇന്നത്തെ SUT ഹോസ്പിറ്റൽ. പട്ടം പാലസ് ആയിരുന്നു അത്, പിന്നെ അത് താര ഹോട്ടലായി, പിന്നെ SUT ഹോസ്പിറ്റലായി ഇപ്പോൾ. അപ്പോൾ അതിൽ താമസമുണ്ട്. ജയഭാരതിയും JC സാറും എല്ലാവരും താമസിക്കുന്നു. അവിടെ തന്നെ ഷൂട്ടിങ്ങും. ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് രാവിലെ വരുമ്പോൾ അവിടെ ഒരാൾ പഴയ സ്റ്റൈലിൽ ഒരു നൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ട് ആ ലോണിൽ ഞാൻ നടക്കുന്നു. അപ്പം ഞാനും സത്യധാര തെലുങ്ക് പടത്തിൽ നിന്ന് ആരോ ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലോ, സിനിമയായിട്ട് ബന്ധമുള്ള ആളാണെന്ന് അറിയില്ല ഞങ്ങൾക്ക്. അപ്പം ഇങ്ങനെ പറഞ്ഞു, സത്യം പറഞ്ഞു, അതെന്ത് ഇങ്ങനെ ഈ വയസ്സിലൊക്കെ ആരെങ്കിമ്പോഴേക്ക് നടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി JC സാർ റൂമിൽ പോയി. JC സാർ അടുത്ത് എടുക്കേണ്ട സീൻസിനെ കുറിച്ച് ഇങ്ങനെ എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം കയറി വരുന്നു. വരണം ബേബി എന്ന് പറഞ്ഞിട്ട് JC സാർ വിളിക്കുന്നു, സംസാരിക്കുക. ഇതാണ് എൻ്റെ ശിഷ്യന്മാർ ചന്ദ്രകുമാറും സത്യനന്ദക്കാടും. അവിടുന്നാണ് ഞാൻ ജയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ ആകെ 2 സീനോ 3 സീനോ ഉള്ളൂ ആ സിനിമയിൽ. ജയൻ ഒരു പോലീസ് ഓഫീസറായിട്ട് 3 സീനിൽ വന്നിട്ട് പോകുന്ന ഒരു സീനേ ഉള്ളൂ. അപ്പോൾ പരിചയപ്പെട്ടെങ്കിലും ആ 3 ദിവസം വർക്ക് കഴിയുമ്പോഴേക്കും ഞങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് അടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് സത്യം ആദ്യം കാണുമ്പോൾ ഒരു വെറുപ്പാനുണ്ടായിരുന്നു, ഒരു തെലുങ്ക് നടൻ ഇങ്ങനെ ഒരു വേഷമൊക്കെ ആയിട്ടെന്ന് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തോട് അടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അദ്ദേഹം. പുള്ളി രാവിലെ ഉറങ്ങിയെണീറ്റ് വന്ന് നിന്ന് എന്തോ ആലോചിച്ച് നിൽക്കുന്ന ആ നൈറ്റ് ഗൗണിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ കാണാനോ ആരെയും കാണാൻ വേണ്ടിയിരുന്നല്ലായിരുന്നു. പുള്ളി നിന്നും അവർക്ക് അറിയില്ല ഞങ്ങളാണെന്നുള്ളത്. പക്ഷെ അന്ന് കണ്ട ആ ഇമ്പ്രഷൻ അല്ല പിന്നീട് എനിക്ക് ജയനെക്കുറിച്ച് ഉണ്ടായത്. പിന്നെ നമ്മൾ കാണുന്ന ജയനെ എന്നും ഞങ്ങളൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും, ഞാനൊക്കെ വെറും അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ പോലും ചെന്നൈയിൽ നിന്നും മദ്രാസിൽ നിന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് വണ്ടി കയറി പറഞ്ഞാൽ ജയൻ വരുന്നതിന് മുമ്പ് പറയും, മോനെ ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ മതി, ഞാൻ വരും, ഞാൻ വിളിച്ചു കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പറയും, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്, നല്ല പുട്ടും കടലയും. അന്നൊന്നും മദ്രാസിൽ അങ്ങനെ പുട്ടും കടലയൊന്നും ആയിട്ടില്ല, ഇപ്പോഴാണ് എല്ലാവരുടെയും ഒരു കോമൺ ആയത്. അപ്പോൾ അത് പോണ വഴിക്ക് വാങ്ങിത്തരും. എന്നിട്ട് കുളിച്ച് റെഡി ആകുമ്പോൾ പറയും, ഞാൻ വരാം, എവിടേക്കും പോകാണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുണ്ട്, ഇവിടെ ഒരു ഓട്ടോയിൽ കയറി. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ചു കൊല്ലും. ചേട്ടാ ഒന്ന് പൊയ്ക്കോളൂ, ഞങ്ങൾ എന്നിട്ട് തന്നെ അത് പറ്റില്ല, നിങ്ങൾ എൻ്റെ ഗസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാണിച്ചിട്ട് വിടില്ല. ഇത് മാത്രമല്ല, തിരിച്ചു പോകുമ്പോൾ കഷ്ടപ്പെട്ട് കുറേ ചിപ്സും കുറേ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ട് പറയും, ഇതൊക്കെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം, ചേച്ചിക്ക് കൊടുക്കണം. കാരണം അവിടെ വീട്ടിലൊക്കെ വരാറുണ്ട്, ഒക്കെ കുറച്ചയക്കും. അങ്ങനെ സ്നേഹിച്ചു കൊല്ലുമായിരുന്നു ചേട്ടൻ. അങ്ങനെ അപ്പം അന്ന് ഡോക്ടർ ഭാഷൻ ഡയറക്റ്റ് ചെയ്ത മധുരം തിരുമധുരം, രാജപരമ്പര, അതിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ ചെയ്തുകൊണ്ടിരുന്നു. അത് അങ്ങനെ ഡോക്ടർ 4-5 സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരു ദിവസം തോന്നി. അതിനുമുമ്പ് ഡോക്ടർ ഭാഷനാണ് മലയാള സിനിമയിൽ 2, 3, 4 ലീഡിങ് ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. AB രാജ് ഡോക്ടർ ഭാഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഹരിഹരൻ ഡോക്ടർ ഭാഷൻ, ഞാൻ സത്യനന്ദിക്കാട് ഒക്കെ ഡോക്ടർ. സത്യനെ മാത്രം ഡയറക്ടറായിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ചെയ്തതായിട്ടാണ്. ഞങ്ങളെ 3 പേരും ഡയറക്ടറായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡോക്ടർ അത് കഴിഞ്ഞപ്പോൾ ആരൻ സാറും ലേഡീസ് ഹോസ്റ്റലും കോളേജുകളും 2 പടം കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ തീരുമാനിച്ചു. അപ്പോൾ ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തു, ചന്ദ്രൻ ഞാൻ ഇൻഡിപെൻഡൻറ്റ് പടം ചെയ്യാൻ പോകണം, പക്ഷെ ഞാൻ ക്ലിനിക്കും പേഷ്യൻസും ഒക്കെ ഉണ്ട്, ചന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പടം ഡയറക്ടർ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ ആരൻ സാർ അടുത്ത് പറഞ്ഞു. കാരണം എന്നെ ആരൻ സാറാണ് ഡോക്ടറുടെ കമ്പനിയിൽ കൂട്ടിയിട്ട് പോയിട്ടുള്ളത് ആ പടങ്ങൾ വർക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഗുരുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ പോകുന്നു ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അയ്യോ തീർച്ചയായിട്ടും പോകണം, എൻ്റെ ഗുരുവാണ്, എൻ്റെ പടത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചന്ദ്രൻ പോയി ബാലേട്ടൻ്റെ പടം വർക്ക് ചെയ്ത് കൊടുക്കണം
എല്ലാവരുടെയും ബാലേട്ടനാണ്. അപ്പോൾ ബാലേട്ടൻ കൊടുത്താണ്. ഞാൻ പറഞ്ഞു ബാലേട്ടൻ ഞാൻ വരാം, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ലവ് ലെറ്റർ പറഞ്ഞിട്ട് സിനിമ ചെയ്തു. കല്യാണ പന്തൽ, മധുരം തിരുമധുരം, രാജപരമ്പര, അങ്ങനെ 3-4 സിനിമകൾ ചെയ്തു. ചെയ്തപ്പോൾ ഒരു ദിവസം ഡോക്ടർ വിളിച്ചു, ചന്ദ്ര ഞാൻ പലപ്പോഴും വരാറില്ലേ ഷൂട്ടിങ്ങിന്, ചന്ദ്രനാണ് ഷൂട്ടിങ്, ഞാൻ എഴുതി തന്നെ അയക്കുന്നേ ഉള്ളൂ, ചന്ദ്രൻ തന്നെ ഷൂട്ട് ചെയ്യണു, ചന്ദ്രൻ എഡിറ്റ് ചെയ്യുന്നു, ചന്ദ്രൻ ഡബിങ്ങിന് പോകണു, എല്ലാം ചന്ദ്രൻ ചെയ്യണു. എന്നിട്ട് എൻ്റെ പേര് കൂടി ഇടുമ്പോൾ അതിന് അത്ര സുഖം തോന്നില്ല എനിക്ക്. ഞാൻ കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതിയതൊക്കെ ആണെങ്കിലും അത് വേണ്ട, അടുത്ത സിനിമ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് എന്നെ കണ്ട് പരിചയമുണ്ടും ആണ് അന്ന് 40 വയസ്സിൽ കൂടുതൽ മലയാള സിനിമയിൽ ഡയറക്ടേഴ്സ് ഉള്ളൂ. അന്ന് 19 വയസ്സിൽ എന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കായിരുന്നു. എനിക്ക് അതൊരു നല്ല തുടക്കമായിരുന്നു. ഭയങ്കര ലക്കിയായിരുന്നു ഞാൻ. ഇന്നത്തെ കാലത്ത് പോലും ഈ പറയുന്ന പോലെ 10-13 വർഷമൊക്കെ അസിസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ വരുന്ന. പിന്നെ അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ 14 വയസ്സിലെ സിനിമയിൽ വന്നതാണ്. അപ്പോൾ 14 വയസ്സ് വന്നപ്പോൾ എനിക്ക് അത്ര മെച്യൂരിറ്റി ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താണെങ്കിലും ആരുടെ മുഖത്ത് നോക്കി ഞാൻ ഉറക്കെ പറയും. എനിക്ക് മറച്ചു വെക്കാൻ അതെങ്ങനെ പറയുക, ആ വക പ്രശ്നമൊന്നുമില്ല. അത് ആരായെങ്കിലും പറഞ്ഞിരിക്കും. അതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അങ്ങനെയാണ്. അപ്പം അന്ന് അത് പറയുന്നതായിരുന്നു അവർക്കൊക്കെ ഇഷ്ടം. ചന്ദ്രൻ മുഖത്ത് നോക്കി കാര്യം പറയും. മറ്റുള്ളവർ പേടിച്ചിട്ട് അറിയില്ല. പലരും എങ്ങനെ പറയാ വേണ്ട എന്ന് പറയും. എനിക്കിതിൻ്റെ ഭവിഷ്യത്തൊന്നും അറിയില്ല. വന്നാൽ പക്ഷേ അന്ന് ബാക്കിയുള്ളവർ മദ്രാസ് സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാലഘട്ടമാണ്. ഞാൻ സിനിമയിലേക്കാണ് വന്നതെങ്കിൽ പോലും എനിക്കിന്ന് പോയാൽ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. അതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചിട്ടില്ല. കാരണം അവിടെ ഏട്ടന്മാരുണ്ടായിരുന്നു, ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ണു മുടിച്ച അഭിപ്രായങ്ങൾ പറയായിരുന്നു. അത് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറയാം, എനിക്കിപ്പോഴും ഓർമ്മയില്ല, അടൂർ ബാസി മലയാള സിനിമയിൽ കൊല്ലം നടനാണ്. അതിൻ്റെ ആയിട്ടുള്ള മാക്സിമം അഹങ്കാരം ഉണ്ടായിരുന്നു ബാസ്ചേട്ടന്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കാലത്ത് പ്രേം നസീറിന് കൊടുക്കുന്ന അത്രയും റെമണ്ടേഷൻ എനിക്ക് കിട്ടിയാലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനും കൂടിയാണ് പടം ഓടാൻ കാരണം. അതുകൊണ്ട് എനിക്ക് ഈക്വൽ റെമണ്ടേഷൻ വേണമെന്ന് പറഞ്ഞ കാലത്തുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്നും ഈ മലയാള സിനിമയുടെ തലയെഴുത്ത് ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശാപം പിടിച്ചവൻ. അവനാണ് ഏറ്റവും കൂടുതൽ ചീത്ത വെക്കുക. ആര് തെറ്റ് ചെയ്താലും അവസാനം ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ തലയിലേ വന്ന് വീഴുള്ളൂ. കൂലിപ്പണിയാണെന്നാണ്. കൂലിപ്പണിയാണ് സത്യം പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പം അങ്ങനെ 10-76 സിനിമയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയവനാണ് ഞാൻ. 14 ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്നും പേടിയില്ലാത്തതുകൊണ്ട് ചെറുപ്പമായതുകൊണ്ട് അന്നാ അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചൂടാവും. ബാസി സാറ് ഞാനും ബദ്ധശത്രുക്കളായിരുന്നു. എപ്പോഴും ബദ്ധശത്രുക്കൾ, ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ പലപ്പോഴും സെറ്റിലൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറഞ്ഞ് ഞാൻ തിരിച്ചു വരും. പ്ലീസ് ചീത്തയൊന്നും പറയരുത്, ഞാൻ ചീത്തയാക്കാൻ വേണ്ടി വന്നൊന്നുമല്ല ഇവിടെ. ഞാൻ പണിയെടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ പ്രൊഡ്യൂസർ കാശി നിന്ന് പണിയെടുക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാനുള്ള റൈറ്റ്സ് ഇല്ല. എൻ്റെ ഡയറക്ടർക്ക് എന്നെ എന്ത് വേണമെങ്കിൽ പറയാം എന്ന് ഞാൻ എപ്പോഴും പറയും. ഓഹോ അങ്ങനെയാണോ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് എനിക്കെപ്പോഴും രസം തോന്നിയിട്ടില്ലേ, ഞാൻ എൻ്റെ ഏട്ടനൊരു ഡയറക്ടറായിരുന്നു, പി ഗോപികുമാർ. അപ്പോൾ ഏട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന മനോരഥം പറഞ്ഞിട്ടൊരു സിനിമ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ ഏട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അത് പാതിരാമണലിൽ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഒരാൾ വരികയാണ്. അടൂർ ബാസി കാണാൻ വേണ്ടി വന്ന് ഉദയ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യണു. ഞാൻ ചെന്നൈയോ, അതെന്തിനാ അതറിയില്ല, കാണണമെന്ന് പറഞ്ഞു. ലൊക്കേഷനിലേക്ക് വരണോ അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനോട് ഏട്ടാ ബാസ്ചേട്ടൻ എന്തിനാ വന്നിരിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ ബാസ്ചേട്ടൻ എന്നെ കാണാൻ വരുന്നത്, എന്താ പ്രശ്നം, നീ വല്ല കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ കുഴപ്പമുണ്ടാക്കിയിട്ട് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ലല്ലോ. ഞാൻ പറഞ്ഞു അവർ പോയി അന്വേഷിക്കുക. ഞാൻ അപ്പം തന്നെ ഷൂട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് എറണാകുളത്ത്, അന്ന് ഐലൻഡിലാണ് എയർപോർട്ട്. അപ്പോൾ അവിടുന്ന് കാറെടുത്ത് നേരെ ഉദയ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. ഞാൻ നേരെ ചെന്നു. ചന്ദ്രൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചു, ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ റിക്വസ്റ്റ് ചന്ദ്രൻ എനിക്ക് കൂടെ വന്ന് വർക്ക് ചെയ്യണം. അപ്പം അത്ര ശത്രുക്കളെ പക്ഷെ പറയാം. അപ്പം ഞാൻ ചോദിച്ചു ഞാനോ? അപ്പം അതേ, കാരണം ഞാൻ എവിടെയെങ്കിലും അടിച്ചു ഫിറ്റായി കിടന്നുറങ്ങിയാലും ഒക്കെ ചന്ദ്രൻ പടം തീർത്തോളും.
പടം അതുകൊണ്ട് മുടങ്ങി പോവില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. ചന്ദ്രൻ അത്ര ഡെഡിക്കേറ്റ്. പിന്നെ ചന്ദ്രൻ കൊച്ചു കുട്ടിയാണ്, എനിക്ക് എന്ത് വേണി പറയാ ചന്ദ്രനോട്. മറ്റൊരാളെ പറഞ്ഞ അനുസരിപ്പിക്കാൻ കുറച്ച് മടിയാണ്. 40-45 വയസ്സായാലും എങ്ങനെ ചീത്ത പറയാ. ചന്ദ്രന്റെ ചീത്ത പറഞ്ഞാൽ അന്നും ചന്ദ്രൻ കാതിൽ കേട്ട പോലെ എടുക്കില്ല, കണ്ണു മൂടി പോകും. ഞാൻ ശ്രദ്ധിക്കില്ല. ചീത്തയൊന്നും പ്രശ്നമില്ല, നമ്മൾ സിൻസിയറായി ജോലി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനാണല്ലോ വന്നത് ഇത് പഠിക്കാൻ. അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് ചന്ദ്രൻ തന്നെ വരണം എന്ന് പറഞ്ഞു. നമ്മൾ സാറൊരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരുന്നില്ലേ, അതിന് ഇത്ര ദൂരം പറഞ്ഞു. അതല്ല, ഇത് എൻ്റെ ആവശ്യമാണ്, ഞാൻ വരണം. പിന്നെ ചന്ദ്രനും ഞാൻ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും മാറണം. ഞാൻ നേരിട്ട് വരുമ്പോഴേ ചന്ദ്രന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അവല്ലാതെ കണ്ണു പറഞ്ഞു, ഐ എം സോറി, ഞാൻ വന്ന് വർക്ക് ചെയ്തോളാം, വേറെ ഒന്നും നോക്കണ്ട, ഞാൻ ആരോടും പെർമിഷൻ വെക്കണ്ട, ഈ പടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവരോട് ഞാൻ പറഞ്ഞോളാം, ആ ചേട്ടൻ്റെ പടത്തിന് ഞാൻ വർക്ക് ചെയ്യും. അങ്ങനെ വേണ്ടിയിട്ട് 3 സിനിമയ്ക്ക് വർക്ക് ചെയ്ത് കൊടുത്തു കൂടെ. അന്ന് സാറിന് എത്ര വയസ്സുണ്ട്? അപ്പോൾ ഞാൻ 19 വയസ്സിൽ ഡയറക്ടറായി. ഇതൊക്കെ ഒരു 16 വയസ്സ് 17 വയസ്സ്, വളരെ ചെറുപ്പം. നമ്മളൊക്കെ 10 പഠിക്കുന്ന സമയത്ത് സാറ് അല്ല വേറെ ചില ഉള്ളിൽ എവിടെയൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉള്ളപ്പോഴാണ് ഈ വഴക്കൊക്കെ നടക്കുന്നത്. അതാണ് നമ്മളതിന് റീസൺ ജെന്യൂൻ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ, പറഞ്ഞതിനും അവർ ചീത്ത പറഞ്ഞതിനും കാരണമുണ്ട്, ഞാൻ തിരിച്ചു പറഞ്ഞതിന് ജെന്യൂൻ ആണെങ്കിൽ അത് പിന്നെ മനസ്സിൽ സൂക്ഷിക്കില്ല. അല്ലാതെ ഒരാൾ ചീത്ത പറയുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുള്ളൂ. അയാൾ തന്നെ ചീത്ത പറയേണ്ട ആവശ്യം എന്ന് തോന്നിപ്പോവും, അല്ലെങ്കിൽ അത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാനും തിരിച്ച് കറക്റ്റായിട്ട് മറുപടി പറയുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ പറയാറുണ്ട്, ഞാനെപ്പോഴോ ബാലചേട്ടൻ മരിച്ചപ്പോൾ, അതിപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ പോലെ എപ്പോഴും പറയുമ്പോഴേ എനിക്ക് രസം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ എവിടെയോ പറഞ്ഞു, ബാലചേട്ടൻ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പോലും ചിരിപ്പിക്കാൻ ശ്രമിക്കാൻ സന്തോഷം കാണുന്നതാണ്, സാഡിസ്റ്റ് ആണെന്ന് പറഞ്ഞു പോയി. അത് അവരുടെ കുടുംബത്തിൽ എങ്ങനെ ഒരു മരിച്ചുപോയ ആളെ കുറിച്ച് സാഡിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും? നമ്മൾ മരിച്ചുപോയ ആളും ചെയ്ത പ്രവൃത്തികൾ അത് തന്നെയല്ലേ. ആരും മരിച്ചാൽ മാത്രം മഹാനായി മാറുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് എന്നോട് ശത്രു തോന്നിയിരിക്കാം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു രസമുണ്ടായ സംഭവം, PG വിശ്വംഭരൻ പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിനും ഞാൻ 3 സിനിമ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒഴുക്കിനെതിരെ, നീ എൻ്റെ ലഹരി, സത്യവാൻ സാവിത്രി, ഈ 3 സിനിമ. അപ്പം നീ എൻ്റെ ലഹരി നടക്കുമ്പോൾ കമൽഹാസനാണ് അതിൽ ഹീറോ, ജയചിത്ര പറഞ്ഞിട്ട് ഹീറോയിൻ ഉണ്ട്, പിന്നെ KP ഉമ്മർ, കബീർ പൊന്നമ്മ, KPS ലളിത, എല്ലാവരും ഉണ്ട് അവിടെ, അടൂർ ബാസി, KP എല്ലാവരും ഉണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിശ്വംഭരൻ ചന്ദ്ര ഷോർട്ട് അടി വിളിക്കൂ, ബാസ്ചേട്ടനെ വിളിക്കൂ പറഞ്ഞു. രാവിലെ ഒരു 10 മണിക്കാണ്. ബാസ്ചേട്ടന് ഏത് ഷൂട്ടിങ്ങിൽ പോയാലും രാവിലെ തന്നെ കുറേ ഗ്രൗണ്ട് നട്ട് ഓർഡർ ചെയ്യും, നിലക്കടല. എന്നിട്ട് ഒരു 1.5 കിലോ ഉണ്ടാവും, അതിങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അത് പുള്ളിയുടെ ഹോബിയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഹോബിയാണ്. അപ്പോൾ അത് അന്നും അവിടെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നിരുന്നു. ഞാൻ വന്ന് വിളിക്കുമ്പോൾ അത് തുറന്ന് കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് വരാനൊരു കഷ്ടം ബാസി സാറിന്. എൻ്റെ മുഖത്ത് വെച്ചിരിച്ചു, നമ്മൾ ഷോർട്ട് അടി വരൂ എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് നോക്കിയിട്ട് അവർ KP ഉമ്മർ ഇരിക്കുന്നുണ്ട്, കമൽഹാസൻ ഇരിക്കുന്നുണ്ട്, കബീർ പൊന്നമ്മ ഇരിക്കുന്നുണ്ട്, KP ഇതിവിടെ വെച്ചിട്ട് വന്ന് ഇവർക്ക് എടുത്ത് തിന്നുമെന്നൊരു സംശയം പുള്ളി. അതുകൊണ്ട് അതിലൊക്കെ തുപ്പി വെച്ചു. അതിൽ തുപ്പി വെച്ചിട്ട് മിണ്ടാതെ അകത്തേക്ക് വന്നു. അവരൊക്കെ വല്ലാതെയായി. അപ്പം ഞാനും വല്ലാതെയായി. ഒരു സെക്കൻഡ് ഒരു മനുഷ്യൻ ഇങ്ങനെ തുപ്പി വെക്കുന്നില്ല. അപ്പം ഞാൻ അകത്ത് പോയി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, തുപ്പി വെച്ച് തിന്നാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, വാരി കളയാലോ. ഞാൻ തിരിച്ചു വന്നിട്ട് കുറേ വാരി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ തുപ്പി വെച്ചിട്ട് അകത്ത് പോയി. അപ്പോൾ KP ഉമ്മർക്ക് നീ എന്താ ചെയ്യുന്നത് വെച്ചു. ഞാൻ മിണ്ടണ്ടാവണ്ട, ഞാൻ ഈ വികൃതിയും കൂടി എൻ്റെ ചെറുപ്പമായതുകൊണ്ട് ഞാനും തുപ്പി വെച്ചിട്ട് മിണ്ടാതെ അകത്ത് പോയി നിന്നു. അപ്പോൾ ഷോട്ട് കഴിഞ്ഞു. ബാസ് സാർക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഡയലോഗ് പഠിച്ചു കൊടുത്തു. ഞാൻ ഒന്നും പറയുന്നില്ല, ഡയലോഗ് പഠിച്ച് പുള്ളി ഡയലോഗ് കഴിഞ്ഞ് ഷോട്ടൊക്കെ ഓക്കെ ആയി പുറത്തേക്ക് വന്നു. ഞാൻ മെല്ലെ പുറത്തേക്ക് വരുന്നുണ്ട്. ബാസയുടെ വന്ന് നോക്കിയിട്ട് ഒരു ഞെട്ടല്ലേ, പകുതി കടൽ എത്ര വേഗം തീർന്നത്, ആരാ തീർത്ത്? എല്ലാവരും നോക്കി, അവരൊന്നും മിണ്ടുന്നില്ല, അവരൊക്കെ ടെൻഷനിലിരിക്കുകയാണ്, ഇനി എന്താ സംഭവിക്കുകയെന്നറിയില്ല. സൂപ്പർ സ്റ്റാറുമാണ്. ഒന്നും മിണ്ടാതെ ഒരു സെക്കൻഡ് നോക്കിയിട്ട് ബാസ്ചേട്ടൻ വാരി തിന്നാൻ തുടങ്ങിയപ്പോൾ അറിയാതെ കമൽഹാസനും KP ഉമ്മറും കൂടി പൊട്ടിച്ചിരിച്ചു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്തോ പന്തി കിട്ടുന്നത്. എന്താ ചെയ്യണേ? ഒന്നുമില്ല എന്ന് മാത്രം പറഞ്ഞ് അവിടെ സീൻ അവസാനിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് എപ്പോഴോ KPS ലളിത മറ്റേ പറഞ്ഞു കൊടുത്തു, അതിൽ ചന്ദ്രൻ തുപ്പി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം കൂടി എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പടം പോയിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, തുപ്പി വെച്ചിട്ട് മറ്റുള്ളവർ ഞാൻ തുപ്പിയത് വാരി തിന്നു എന്നുള്ള സന്തോഷത്തിലാണ് ബാസ്ചേട്ടൻ ചിരിക്കുകയും അതൊരു കോമഡി ആയിട്ട് എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ബാസ്ചേട്ടൻ മറ്റുള്ളവർ ഇതിൽ പോലും ഒരു സാരസം കണ്ടു എന്ന് പറഞ്ഞത്. അതിനെ തമാശയായിട്ട് എടുക്കാവോ, അതിന്റെ അപ്പുറത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല വ്യക്തിപരമായിട്ട് ഒരാളെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല എന്ന്. പിന്നെ കുറെ കഴിയുമ്പോൾ അത് പിന്നെ പല മീഡിയക്കാർ എഴുതി അടൂർ ബാസി ഒരു സാഡിസ്റ്റ് ചന്ദ്രകുമാർ പറയുന്നു കരുതി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ലോ, മീഡിയക്ക് പിന്നെ അങ്ങനെയാണല്ലോ സെൻസേഷണൽ ആക്കണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. സാറ് 19 വയസ്സിൽ സാറ് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടറായി അങ്ങനെ ഒരു യാത്ര തുടങ്ങുന്നു. എങ്ങനെയാണ് അന്നത്തെ ഫെയിം സാറ് ഹാൻഡിൽ ചെയ്തത്?
അത് ഭയങ്കര, കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ടാസ്ക്കാണ് അത്. കാരണം ഒന്നാമത് എസ്പെഷ്യലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫ്രെയിംസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ തന്നെ കുറച്ച് പാടാണ്. കാരണം ഒരു ഫ്രെയിം വെക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയാൽ പ്രശ്നമാണ്, ഈ ഡാർക്കായ പ്രശ്നമാണ്, ഈ മുടി കറുപ്പാണ്, ബാക്ക്ഗ്രൗണ്ടിൽ വാള് കറുപ്പാണെങ്കിൽ രണ്ടും കൂടി മറിച്ചായിട്ട് സ്ഥലം തിരിച്ചറിയില്ല. അപ്പോൾ അത് എങ്ങനെ നിർത്തണം ഇതൊക്കെ ക്യാമറമാൻ ചിന്തിക്കും, പക്ഷെ അതിൻ്റെ കൂടെ ഡയറക്ടറും ചിന്തിച്ചോളണം. ക്യാമറമാൻ ചിലപ്പോൾ അങ്ങനെ നിർത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അനുഭവിക്കേണ്ടത്. പക്ഷെ അന്നത്തെ ക്യാമറമാൻ അങ്ങനെയല്ല, അവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ചന്ദ്രൻ അത് വേണ്ട അങ്ങനെ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല, ഞാൻ എല്ലാ വലിയ ക്യാമറമാരുടെയും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. എങ്ങനെ വെച്ചാൽ പി ഭാസ്കരനായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു. അപ്പോൾ അവിടെ എസ് ജെ തോമസ്, യു രാജഗോപാൽ, മെല്ലി റാണി, അങ്ങനെ ഒരുപാട് വലിയ വലിയ ക്യാമറമാർ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എ ബി രാജനോട് പോയപ്പോഴാണ് ബാലു മഹേന്ദ്ര പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനും ബാലു മഹേന്ദ്ര ഒരു റൂമിലാണ്. അപ്പോൾ ബാലു മഹേന്ദ്ര എന്നോട് ചെറിയ കുട്ടിയായിട്ട് എന്നെ വാടാ എങ്കെ പറയുക അത് ഇടറാ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്താണ് റിഫ്ലക്ട് എടുത്തിടാ, നെറ്റ് എടുത്തിടാ. അപ്പം ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ബാലു മഹേന്ദ്ര റൂമിൽ വന്ന് രാത്രി ചോദിക്കും, ഇതെന്താണ്, അതെന്താണ്, എക്സ്പോഷൻ എന്താണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ എനിക്കത് പഠിപ്പിച്ചു തരാൻ തുടങ്ങി. പിന്നെ ഞാൻ വിൻസെന്റ് മാഷെ കാണുമ്പോഴൊക്കെ ചോദിക്കാവുന്ന സംശയം. പിന്നെ എസ് ജെ തോമസ് എന്നൊക്കെ പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കളർ ഫിലിം വർക്ക് ചെയ്ത ക്യാമറമാനൊക്കെ ആയിരുന്നു. അയാൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. കൊടൈക്കനാലിൽ സ്റ്റുഡിയോ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു. ഏതൊരു ഷൂട്ടിംഗ് വന്നപ്പോൾ ഒരു ദിവസം പൂട്ടിയിട്ട് താക്കോൽ അടുത്ത കടയിൽ കൊടുത്തിട്ട് പുള്ളി സിനിമാക്കാരെ പിന്നെ പോയി. പിന്നെ ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന വലിയ ക്യാമറമാനായി മാറി. എൻ്റെ ഉയർന്ന നാടകമൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് 75 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ 24 വയസ്സുള്ള എൻ്റെ കൂടെ ഉയർന്ന നാടകം വർക്ക് ചെയ്യുന്നത്, സീനിയർ മോസ്റ്റ് ക്യാമറ. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഇത് പഠിച്ചു മാത്രമല്ല, അവരൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇതാണ് ശരി, ഇത് അങ്ങനെ തന്നെ. കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു വലിയ ഒരാളാണെങ്കിൽ ചോദിക്കില്ല, അവരും പറഞ്ഞു കൊടുക്കില്ല. ഇത് കുട്ടിയായതുകൊണ്ട് അവർ ചെവിക്ക് പിടിക്കാൻ സൗകര്യമാണ്. അവർക്ക് എഴുന്നേറ്റ് പോകേണ്ട കാര്യത്തിന് അത് പോയി എടുത്തറാ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഓടിപ്പോയി ചെയ്യും. അതുകൊണ്ട് നമ്മളെ കുറച്ചുകൂടി അവർ വളരെ പെറ്റായിട്ട് കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. ചെറുപ്പം തൊട്ടേ സാറ് സിനിമ അന്ന്. അതുകൊണ്ട് ഒരു അറ്റ് എ ടൈം കണ്ടിന്യൂസ് 7 ഡയറക്ടറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്നു ഒരേ ദിവസം. 7 ഷൂട്ടിങ്ങുള്ള ദിവസം ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം. അപ്പൊ എനിക്ക് 7 കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏത് ഷൂട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് നോക്കും. ഇപ്പൊ നസീർ സാർ എവിടെയുള്ളത്, അവിടെ എന്താ സീൻ, അവിടെ ഒരുപാട് ഗ്രൂപ്പ് ആൾക്കാരുള്ള സീനാണെങ്കിൽ ഞാൻ അപ്പുറത്തെ ഡയറക്ടർ പറയും, സാർ അവിടെ ഒരു വലിയൊരു മേജർ സീനാണ് എടുക്കുന്നത്, ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരെ. ചന്ദ്രൻ വന്നാൽ മതി, കുഴപ്പമില്ല, ചന്ദ്രൻ വരണം. കാരണം അവർക്ക് എല്ലാവർക്കും ഞാൻ വേണം. കാരണം എന്താ വെച്ചാൽ ഓടി നടക്കാനും ചീത്ത പറയാനും ഒക്കെ എന്നാ നല്ല. അപ്പോൾ രാത്രി ഇരുന്നിട്ട് 7 കമ്പനികൾക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം. നാളെ രാവിലെ ഏത് സീൻ എടുക്കണമെന്ന് നമ്മൾ ഡയറക്ടർക്ക് എഴുതി കൊടുക്കും. നസീർ സാറിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഇത്ര ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ദിവസം ഇന്ന സീൻസ് തീർക്കണം. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കും. അത് എഴുതി കൊടുക്കുമ്പോൾ അത് ഇന്ന സീൻ എടുക്കണം, അതിൽ ഇന്ന ഡ്രസ്സായിരിക്കണം, അതിൽ കോമ്പിനേഷൻ ഇന്ന ആർട്ടിസ്റ്റാണ്, ഇന്ന പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ 3 കോപ്പി എടുക്കും. ഒരു കോപ്പി ഡയറക്ടർക്ക് കൊടുക്കും, ഒരു കോപ്പി പ്രൊഡക്ഷൻ മാനേജറെ കൊടുക്കും, ഒരു കോപ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അടുത്ത അസിസ്റ്റൻ്റേ കൊടുക്കും. അവന് അത് നോക്കിയിട്ട് ഡ്രസ്സൊക്കെ കൊടുക്കാൻ. പ്രൊഡക്ഷൻ മാനേജർ ചെക്ക് ചെയ്യാൻ വേണ്ടി, അന്ന് പ്രൊഡക്ഷൻ മാനേജറൊക്കെ ചെക്ക് ചെയ്യും, സെറ്റിൽ വരും, ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യും. ഇടയ്ക്ക് പോക്കൽ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു നോക്കാൻ പറഞ്ഞു വെച്ചേക്കും. അതെല്ലാവരും നോക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കൊടുക്കും. സാറെങ്ങനെ ഈ 7 എണ്ണമൊക്കെ രാത്രി ഇരുന്ന് സ്ക്രിപ്റ്റ് വെച്ച് രാത്രി 12 മണിക്ക് വീട്ടിൽ പോയിട്ട് രാവിലെ 4 മണി വരെ ഇരുന്ന് എഴുത്താണ്. കൺഫ്യൂഷൻ ആവില്ലേ? ഒന്ന് തീർത്ത് അത് മാറ്റി വെച്ച് അടുത്ത് തീർത്ത്. അന്നല്ല ഒരു പ്ലസ് പോയിന്റ് എന്തായിരുന്നു, നസീർ സാറൊക്കെ തന്നെ 2 പടത്തിലൊക്കെ ഒരേ ദിവസം ഞാൻ 3 നസീർ സാർ വർക്ക് ചെയ്യും. അപ്പോൾ നസീർ സാറിന് രാവിലെ ഒരു സ്ഥലത്ത് വരുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ, സാർ ഇത് രാജൻ ടാക്സി ഡ്രൈവർ, രാജൻ ടാക്സി ഡ്രൈവർ വർക്ക് ചെയ്യും. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ പറയും, സാർ ഇത് പോലീസ് ഓഫീസർ രവിയാണ് പറയുമ്പോൾ, ചന്ദ്രൻ ഇത് രാജൻ. അല്ല സാർ, അത് അവിടെയായിരുന്നു. ചന്ദ്രനാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്, ഞാനല്ലാതെ. എല്ലായിടത്തും ചന്ദ്രൻ വരും. ഒന്ന് എവിരാജായിരിക്കും, ഒന്ന് അരൻ സാറായിരിക്കും. എന്നിട്ട് അവരെന്ന് പറയും, ചന്ദ്രനാണ് ഇവിടെ മുഴുവൻ കൺഫ്യൂഷൻ ഉണ്ടാക്കണം പറയും. അപ്പോൾ സാർ ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ല ചന്ദ്രൻ തന്നെ വേണം എന്നും പറയും. അങ്ങനെ ഒരു അത്രയും സ്നേഹം ഉണ്ടായിരുന്നു, അത്രയും അടുപ്പുണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടിയ ഭാഗ്യം കൂടിയാണ്. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയാണ്. ഞാൻ തറവായിട്ട് സിനിമ പഠിച്ചു. പിന്നെ ഞാനത് പഠിക്കാനുള്ള കാരണം ഞാൻ ഇപ്പോഴും പറയുമ്പോൾ ടി വാസുദേവൻ സാറിനെ ഓർക്കുള്ളൂ. കാരണം ഞാൻ ഈ പി വിജയൻ, കെ നാരായണൻ പറഞ്ഞ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ട്, പിന്നെ അടുത്തത് പി ഭാസ്കരൻ കഴിഞ്ഞ് പി ഭാസ്കരൻ്റെ ശിഷ്യൻ പി വിജയനും കെ നാരായണനും കൂടിയിട്ട് രാത്രി വണ്ടി, എറണാകുളം ജംഗ്ഷൻ, അഴിമുഖം, അങ്ങനെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ. അത് കഴിയുമ്പോഴേക്കും സെൻറ്റ് മാസ്റ്റർ ത്യാഗരാജൻ പറയാണ്, ഹരിഹരൻ പറഞ്ഞിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ ഹരിഹരൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവിടെ ഉണ്ട്, എനിക്കറിയില്ല ഇവരൊന്നും. ഹരിഹരൻ ഉണ്ട്.
അവർക്കൊക്കെ അറിയാം ഇവിടെ ഒരു പയ്യൻ ഓടി നടന്ന് അവരുടെ കൂടി വർക്കുകൾ അപഹരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഉണ്ട്. അപ്പോൾ ചന്ദ്രൻ ഈ ഹരിഹരൻ്റെ പടത്തിന് പോയി പറിക്കണം, ഹരിഹരൻ നല്ല ടെക്നീഷ്യനാണ് എന്ന് 2 മാസത്തെ ചാകരാൻ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ എനിക്ക് പരിചയമില്ലല്ലോ, ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്താം എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അരൺ സാറിൻ്റെ അടുത്ത് കൂട്ടിയിട്ട് പോവാണ്. അരൺ സാർ കൊണ്ടുപോയി പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പടം ടി വാസുദേവൻ്റെ ആണ്. അപ്പോൾ വാസാറിനെ ഒന്ന് പോയി കാണണം, വാസാറിന് ഇഷ്ടപ്പെടണം. അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ വാസാർ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വെക്കുള്ളൂ. കാരണം ഏറ്റവും ചുമതലയുള്ള ജോലി അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന്. ഇന്ന് 11 അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ കാണുന്നുണ്ട്. അന്ന് അതില്ല, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറേ ഉള്ളൂ ഒരു സിനിമയ്ക്ക്, ഒരാളേ ഉള്ളൂ. സെറ്റ് ബോയ് ഇല്ല, നമ്മൾ തന്നെ ഫ്ലോർ തുടയ്ക്കണം. എല്ലാ പണി രാവിലെ 5 മണിക്ക് വന്നിട്ട് നമ്മൾ തന്നെയാണ് സ്റ്റുഡിയോ ഒക്കെ തുടച്ച് വൃത്തിയാക്കി പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ തന്നെ ക്ലാപ്പ് അടിച്ച് നമ്മൾ തന്നെ ഒക്കെ നോക്കണം, ഡയലോഗും പഠിച്ചു കൊടുക്കണം, എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ അന്ന് വാസാറ് സെറ്റിൽ ഞാൻ പോയപ്പോൾ വാസാർ പറഞ്ഞു, ഇത്ര ചെറിയ കുട്ടിയാണോ, എങ്ങനെയാ നിങ്ങളെയൊക്കെ ഉത്തരവാദിത്തോടെ ഏൽപ്പിക്കുക ഈ ജോലി? ഞാൻ പറഞ്ഞു എന്തൊക്കെ അറിയും, ഞാൻ ഇത്രയൊക്കെ പടങ്ങൾ ഓർക്കിയിട്ടുണ്ട്, എനിക്കെല്ലാം അറിയുന്ന തോന്നണേ എന്ന് പറഞ്ഞപ്പോൾ വാസാർ ശരി, ഇപ്പൊ ആദ്യത്തെ പടം ചെയ്യാൻ പോണത് ഹരിഹരനല്ല എ.ബി. രാജാണ്, അതുകൊണ്ട് അതിനും കൂടി വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഞാൻ ചോദിക്കാം, അരൺ സാറോട് ചോദിച്ചിട്ട് പറയാം, കാരണം എന്നെ കൊണ്ടുവന്ന് വിട്ട അരൺ സാറാണ്. അരൺ സാർ അയ്യോ എ.ബി. രാജ എൻ്റെ ഗുരുവാണ് ചന്ദ്രൻ, വർക്ക് ചെയ്യൂ, കുഴപ്പമില്ല, ഞാൻ 2 പടം നമുക്ക് ചെയ്യാലോ. ശരി പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞു എ.ബി. രാജ എന്നാ പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു ശരി എങ്ങനെയുണ്ട് കയ്യക്ഷരമൊക്കെ? ഞാൻ പറഞ്ഞു ഒരു ഇതൊക്കെ എഴുതും. പറഞ്ഞു നാളെ വരൂ, ഒരു സീനൊക്കെ എഴുതി കാണിക്കൂ. ജീവിതത്തിൽ ആകെപ്പാട് അറ്റൻഡ് ചെയ്ത ഒരേ ഒരു ഇന്റർവ്യൂ. പിറ്റേ ദിവസം ഞാൻ പോകുമ്പോൾ വേറെ 3 തലനിരച്ച ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അതൊന്നും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതെന്ന് എനിക്കറിയില്ല, ആരൊക്കെ അവിടെ ഇരുന്നു. പോയപ്പോൾ വരൂ പറഞ്ഞു, ഓരോരുത്തരെ വിളിച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് കൈ കൊടുക്കണം, ഈ സീനൊന്ന് കോപ്പി ഇട്ട് വരും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എനിക്കും തന്നു. ഞാനും പോയിട്ട് സീൻ പോയിട്ട് കോപ്പി ചെയ്ത് കൊണ്ടു കൊടുത്തു, വാങ്ങി വെച്ചു, ഒന്നും മിണ്ടിയില്ല. അവരോടൊക്കെ പറഞ്ഞു പൊയ്ക്കോളൂ, അറിയിക്കാം. എൻ്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതിന് കയ്യക്ഷരൊന്നും കൊള്ളില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു അപ്പം ഇനി ഇവിടെ നിൽക്കണ്ട പോവാന്ന്. പക്ഷേ തന്നെ ചീത്ത പറയാനും തൻ്റെ പ്രായമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, തന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് പഠിക്കുക. ഇവിടെ നല്ല വലിയ വലിയ ഡയറക്ടേഴ്സാണ് എൻ്റെ ഡയറക്ടേഴ്സ് മുഴുവൻ, അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാസർ പറഞ്ഞു ഞാൻ മറ്റു പടങ്ങളെ പോലെ കോൺട്രാക്റ്റൊന്നുമല്ല, മാസ ശമ്പളേ തരുള്ളൂ, അപ്പോൾ ഇവിടെ നിന്നോളണം പടം കഴിയണവരെ. അപ്പോൾ വാസാർ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് അന്ന് പ്ലാൻ ചെയ്ത്. പക്ഷെ അപ്പോഴാണ് ഒരു പ്രശ്നമുള്ളത്, വേറെ എവിടെയും കാണാത്തൊരു പ്രശ്നമുള്ളത്. വാസാർ സ്ക്രിപ്റ്റ് S.L. പുരാമൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. അപ്പോൾ ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തന്നപ്പോൾ ഇത് പോയി കോപ്പി എടുക്കൂ. അപ്പം ഞാൻ വെച്ചു കാർബൺ പേപ്പർ വെച്ചു, കാർബൺ പേപ്പർ ഒന്നും യൂസ് ചെയ്ത് പോരുത്, 3 കോപ്പി എടുക്കണം, തനിയെ എടുക്കണം, കാർബൺ പേപ്പർ പാടില്ല, എഴുതണം. അപ്പം അത് ഓരോന്നും 100 സീനാണ്. 100 സീൻ പറഞ്ഞാൽ 300 പേജ് 400 പേജ് കൂടുതലുണ്ടാവും. ചില സീനൊക്കെ S.L. സാർ എഴുതി കഴിഞ്ഞാൽ 7 പേജ് 8 പേജ് 10 പേജൊക്കെ ഉണ്ടാവും. ഡയലോഗ് ഓറിയന്റഡ് ആയിരിക്കും, അന്നത്തെ സിനിമകൾ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരും, 3 എഴുതി കൊണ്ടുവന്നപ്പോൾ ഒക്കെ വായിച്ചു. ശരി ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കറക്ഷൻ ഉണ്ട്, നമുക്കൊന്നുകൂടി ഇരുന്ന് വായിക്കണം, ഡ്യൂറേഷൻ കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്ന് S.L. വരുത്താം. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം വരും. വീണ്ടും ഒരു റീഡിംഗ് ആണ്, ശ്രീകുമാരൻ നമ്പിയാണ് പാട്ട് എഴുതുന്നത്, ദക്ഷിണാമൂർത്തി സ്വാമി, എല്ലാ ടെക്നീഷ്യനും ഇരുത്തിയിട്ടാണ് വായിക്കുന്നത്. വായിക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഇങ്ങനെ സാർ നോട്ട് ചെയ്യുന്നുണ്ടാവും, ഓരോ സീൻ കഴിയുമ്പോഴും ആ സീൻ എത്ര മിനിറ്റ് ആവുന്നുണ്ട്, അത്ര അക്യുറേറ്റ് ആണ് അന്നത്തെ സിനിമ. നോട്ട് ചെയ്തുകൊണ്ടാണ് എഡിറ്റിംഗ് പോലെയാണ്. അത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പെന്നിൽ നോട്ട് ചെയ്തിടും, ഓരോ സീൻ എത്ര മിനിറ്റ് ആവുണ്ട് നോക്കും. വായിക്കുന്നത് ഒരു സീൻ വായിക്കാൻ 3 മിനിറ്റ് ആവുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ മിനിമം 2 മിനിറ്റ് ആവും. അങ്ങനെ ഒരു കാൽക്കുലേഷൻ വരെ അവർക്കുണ്ട്. വായിക്കുന്നതിന്റെ ലെങ്ത്തും അത് വിഷ്വലൈസ് ചെയ്യുന്ന ലെങ്ത്തും തമ്മിലുള്ള കാൽക്കുലേഷൻ അന്നത്തെ പ്രൊഡ്യൂസേഴ്സ് തറവാണ്. അങ്ങനെ കണക്കൂട്ടി വെച്ചത് ഇന്നൊന്നും അങ്ങനെ പറ്റില്ല, നമുക്ക് ഷൂട്ട് ചെയ്ത ശേഷം പോലും അറിയില്ല എത്ര ലെങ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് മിസ്റ്റർ സദാനന്ദൻ സീൻ നമ്പർ 21 5 മിനിറ്റ് ലെങ്ത് വരുന്നുണ്ട്, അത് വെട്ടി കുറയ്ക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കുറേ സീൻ കറക്ഷൻസ് കൊടുക്കും. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച കറക്റ്റ് ചെയ്തിട്ട് വരാം. ശരി. അങ്ങനെ നാട്ടിലേക്ക് പോകും. കറക്ഷൻ കഴിഞ്ഞ് വരും. കറക്ഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചന്ദ്രകുമാർ ആ സീനൊക്കെ ഒന്ന് കോപ്പി ചെയ്യണം, അതെടുക്കുമ്പോൾ അത് കോപ്പി ചെയ്യരുത്, ഈ സ്ക്രിപ്റ്റ് മാറ്റി വെച്ചോളൂ, അത് ഫുള്ളായിട്ട് വീണ്ടും 3 പ്രാവശ്യം കോപ്പി ചെയ്യാൻ പറയും. അങ്ങനെ ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേക്കും നമ്മളൊരു 12 പ്രാവശ്യം 15 പ്രാവശ്യമെങ്കിലും കോപ്പി ചെയ്യും. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേക്കും നമ്മൾ തറവായിരിക്കും.
എവിടുന്ന് ചോദിച്ചാലും നമുക്ക് നമുക്കറിയാം. അറിയാം. അപ്പം ഞാൻ അത് പിന്നെ കുട്ടിയായതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല, കുടുംബം പ്രാരാബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ചിന്തകളൊന്നുമില്ല. വീട്ടിൽ പോകണം, അരി വാങ്ങണം, ആ ചിന്തകളൊന്നുമില്ല. പണി പണി പണി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നമുക്ക് PhD IAS ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ. ഇതിൽ നിന്ന് വേണം രക്ഷപ്പെടാൻ. അപ്പം അതുകൊണ്ട് ആട് ഉറക്കുകയാണ്. നാളെ ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് പഠിക്കാനാണ് വന്നത്. അപ്പം പഠിക്കുക, എത്ര ചീത്ത കേട്ടാലും കുഴപ്പമില്ല, എഴുതി പഠിക്കുക, കോപ്പി ചെയ്ത് പഠിക്കുക. രാത്രി 2 മണി ഇരുന്ന് കോപ്പി ചെയ്ത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാലു മഹേന്ദ്രയുടെ കൂടെ മൈസൂരിലായിരുന്നു ഷൂട്ടിങ്. അവിടെ പോയി താമസിക്കുമ്പോൾ അപ്പോൾ ആ സീനൊക്കെ ഞാൻ ചാർട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇന്ന സീനിൽ. അപ്പോൾ അവിടുത്തെ അന്നത്തെ സിസ്റ്റം വന്നിട്ട് പെട്ടികളിൽ ഓരോ സിനിമയുടെയും കോസ്റ്റ്യൂംസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതും എല്ലാവരുടെയും പേര് എഴുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. നസീർ സാറിന്റെ പേര് എഴുതിയിട്ട് കുറേ ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ പറയും അതിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന സിനിമയിലൊക്കെ ഈ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പറയും ഇത് കഴിഞ്ഞ സിനിമയിൽ നസീർ ഇട്ടതാണ്, അതുകൊണ്ട് ഈ സിനിമയിൽ ഇത് നസീറിന് കൊടുക്കണ്ട, ഇത് രാഘവന് കൊടുക്കൂ. അങ്ങനെയൊക്കെ പ്ലാൻഡ് ആണ്. കാൽക്കുലേറ്റഡ് ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണ്ടേ? അപ്പൊ അത് വെച്ചിട്ട് വാസു സാർ ചാർട്ടിട്ടുണ്ടാവും, ചുവന്ന ഡ്രസ്സ് ഇപ്രാവശ്യം രാഘവനെ ഇടാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ അങ്ങനെ ഇട്ടിട്ട് കറക്റ്റായിട്ടൊക്കെ ലിസ്റ്റ്. ചന്ദ്രൻ ഇതാണ് ലിസ്റ്റ്, ഈ ഡ്രസ്സേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തരും ഒരു ബുക്ക്. അത് വെച്ചിട്ട് ഞാനൊക്കെ ചാർട്ടി വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങി. ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു, 9 മണി ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു. മൈസൂരാണ് പ്രീമിയർ സ്റ്റുഡിയോയിൽ. ഞാനും ബാലുമേന്ദ്രൻ കൂടെ തുടങ്ങുമ്പോൾ ഒരു 12-1 മണിക്ക് വന്ന് തട്ടി വിളിച്ചു. അത് തുടങ്ങുമ്പോൾ വാസാറാണ്, ഓപ്പോസിറ്റ് റൂമിലാണ് താമസിക്കുന്നത്. ചന്ദ്രൻ സീൻ നമ്പർ 61 എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു സാർ 61 ഹോസ്പിറ്റലിലെ സീനാണ്, ജയഭാരതി കിടക്കുമ്പോൾ നേഴ്സ് വന്നു ചേർന്ന്. ശരിയാണോ? ഞാൻ അതെ കറക്റ്റാണ്, ഞാൻ നോക്കട്ടെ. പണ്ട് പോയി നോക്കി, കറക്റ്റാണ്, പണ്ട് പോയി. അങ്ങനെ അപ്പോൾ എന്താടാ രാത്രിയൊക്കെ വന്ന് സീൻ നമ്പർ 61 ചോദിക്കണേ? ബാലുമേന്ദ്രൻ ചിരിക്കണു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, അവർ അത്ര തറവാണ്, അതുകൊണ്ട് ഇവിടെ നിനക്കിങ്ങനെ ഓർമ്മയുണ്ട് ഇതൊക്കെ? ഞാൻ 10-15 പ്രാവശ്യം കോപ്പി എടുത്തതേ ഓർമ്മയുള്ളൂ, വേറെ ഒന്നുമില്ല. കോപ്പി എടുത്ത് പിന്നെ ചാർട്ട് ചെയ്തു, ലിസ്റ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് എല്ലാം അറിയാമെന്ന്. അത് കഴിഞ്ഞ് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ ഓരോ സീനിന് അതിന് കണ്ടിന്യൂറ്റി ആവശ്യമില്ലാതെ തോന്നിയപ്പോൾ ഏതോ ഒരു ഡ്രസ്സ് അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, എടുത്തിട്ട് നസീർ സാറിന് കൊടുത്തു. നസീർ സാർ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാസാറ് പെട്ടെന്ന് മിസ്റ്റർ ചന്ദ്രൻ ഇങ്ങോട്ട് വരൂ വിളിച്ചോട്, എന്താ ഈ ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്, ധാരാ അത് കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ അത് കുഴപ്പമില്ല കൊടുത്തതിൽ, എന്താ കുഴപ്പമില്ലാന്ന്? എന്നാൽ കണ്ടിട്ടില്ല സാർ, ഇന്ന സീനും ഇടയ്ക്കാണ് വരുന്നത്, ഇത് വേറെ സീനാണ്, വേറെ ദിവസമാണ്, കണ്ടിട്ടില്ല, അതുകൊണ്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു ഡ്രസ്സ് കൊടുത്തു. ശരിയാണോ? അതെ സാർ. പോസ്റ്റ് നോക്കി. അന്ന് പിന്നെ തൊട്ടിട്ട് വാസാർ ഒരിക്കലും എൻ്റെ അടുത്ത് ഡ്രസ് കണ്ടിട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ എന്ത് കൊടുത്താലും ചന്ദ്രൻ കൊടുത്താൽ മതി. അങ്ങനെ അവിടെ ഒരു പെറ്റായിട്ട് വളർന്ന് അങ്ങനെയാണ് ഞാൻ തറവായിട്ട് സിനിമ പഠിച്ചത്. അതുകൊണ്ട് ഞാനൊരു ഡയറക്ടറായെങ്കിലും ഞാൻ സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടറും കൂടിയാണ്. എൻ്റെ സിനിമയിൽ ഞാൻ തന്നെ ക്ലാപ്പ് അടിക്കാറുണ്ട് ഇപ്പോഴും. ഞാൻ തന്നെ സ്റ്റാർട്ട് ക്യാമറ ക്ലാപ്പ് എന്ന് പറയും, ഞാൻ തന്നെ ക്ലാപ്പ് അടിക്കും. സീൻ നമ്പർ അനുസരിച്ച് ക്ലാപ്പ് അടിക്കും, ഞാൻ തന്നെ പുറത്തു പോകും, എന്നിട്ട് ഞാൻ തന്നെ ആക്ഷനും പറയും. വലിയ പഴയ ഡയറക്ടേഴ്സിന് മുഴുവൻ കണ്ടല്ലായിരിക്കും, അവർക്ക് നമ്മളെക്കാൾ നന്നായിട്ട് ഡയറക്ഷൻ അറിയും, ഫോട്ടോഗ്രാഫി അറിയും. കാരണം അവർ എത്ര കണ്ടിരിക്കണു. അതുകൊണ്ട് അവർ തറവായിട്ട് ഒരു ആക്ടറെ അഭിനയിക്കുമ്പോഴേ അവരവിടുന്ന് കൈ കാണിക്കും ഇങ്ങനെ. നമുക്ക് വേറെ ആരെങ്കിലും ഇട്ടാലോ, നസീർ സാറിനെ വിളിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നസീർ സാറിനെ വിളിക്കുക, പ്രശ്നമില്ല, പക്ഷേ ഈ കഥ മധു സാറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. മലയാള സിനിമയിൽ തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചെയ്ത് തെറ്റാണ്, മുഖത്ത് നോക്കി തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ആൺകുട്ടിയാണ്. വെരി ഗുഡ്.